ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ടൈറ്റൽസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റോറിക്ക് പോവാം. നമ്മളെ ഹീറോ ഒരു പ്രൊഫസറാണ്, കോളേജ് പ്രൊഫസർ. നമ്മളെ ഹീറോ ഇന്ത്യൻ ഗേളാണ്. നമ്മളെ ഹീറോയ്ക്ക് ഇവിടെ ഇരുന്ന അമ്മച്ചന് കല്യാണം കഴിപ്പിക്കും പിടിച്ചിട്ട്. ഇവിടുന്ന് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഹീറോ എസ്കേപ്പായി. ഹീറോയുടെ അമ്മ എന്തോ ഒരു കഷ്ടമായി, ഇവളെ എസ്കേപ്പായല്ലോ എന്ന് അമ്മ മിണ്ടാതിരുന്നു. ഇവളെപ്പോൾ വരാം നോക്കാം, അവളൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാം, അവൾക്ക് ആരെ പിടിച്ച് അവരെ പിടിച്ച് കല്യാണം കഴിക്കാം എന്ന് അമ്മ മിണ്ടാതിരുന്നു. അച്ഛനും മിണ്ടാതിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു അമ്മ അച്ഛനും വായി മിണ്ടാതിരുന്നു. അച്ഛൻ അമ്മേനോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മോക്ക് ഇപ്പം മാരേജ് നടക്കള മാത്രം ഇവിടെ ഉള്ള ചെക്കൻ ഏതുമല്ല, ഫോറിൻ ബോയാണ്. എവിടുത്തെ നാട്ടോ ചെക്കന് ഒരു കുരുജി പറഞ്ഞു. അത് കേട്ടിട്ട് അമ്മ അച്ഛനും മിണ്ടാതെ വായി പറ്റിയിരുന്നു. അതാണ് അവളെ കറക്റ്റ് വരനാണ്, ഇവിടെ ഉള്ള ഏത് ചെക്കനും നിങ്ങളെ മോള് മാരേജ് കഴിച്ചാൽ അത് സെറ്റാവില്ല എന്ന് അമ്മ അച്ഛനോട് കുരുജി പറഞ്ഞുകൊണ്ട് കേട്ടതിന് ഉമ്മ അച്ഛൻ ഇവളെ എസ്കേപ്പാട്ട് രാഹുൽ പറഞ്ഞ ചെക്കന് ഹീറോയിനെ കേട്ടുകൊണ്ട് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. അത് വീട്ടിൽ വന്നതനുസരിച്ച് രാഹുൽ അങ്ങനെ ഹീറോ ഇഷ്ടമല്ല പറയായിരുന്നു. വീട്ടിൽ കാരണം അമ്മ അച്ഛനോട് പറയായിരുന്നു, രാഹുലിൻ്റെ ഫാമിലിയോട് ഇല്ലപ്പം അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സോറിപ്പാ എന്ന് പറയായിരുന്നു. അതിന് രാഹുൽക്ക് ടെൻഷനായിരുന്നു. ഹീറോ എസ്കേപ്പ്. രാഹുൽ പറഞ്ഞ അവൾ പഠിച്ചു കഴിഞ്ഞു, രാഹുൽക്ക് വേറെ അടുത്ത് ജോലി കിട്ടുകയാണെങ്കിൽ രാഹുൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ രാഹുൽക്ക് ജോലിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞ വേറെ ഒരു പ്ലേസ് പോയി. ഹീറോ അവൻ ഇന്ത്യയിൽ എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഡൽഹിയിൽ അവനിക്ക് ജോബ് കിട്ടിയെന്ന് അറിഞ്ഞത് ഹീറോ ഡൽഹിക്ക് പോകുന്നതിന് പകരം ഡൽഹിക്ക് പോകാമെന്ന് വെച്ചായിരുന്നു ഹീറോ പ്രൊപ്പോസർ ജോബ് കിട്ടി. കുറേ അടുത്ത് പ്രൊപ്പോസ് ജോബ് കിട്ടി. അതുകൊണ്ട് ഹീറോ ഡൽഹി വേണ്ട പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് വേറെ പ്ലേസിലേക്ക് പോയി. ഹീറോയ്ക്ക് ഡൽഹിയിൽ ഒരു കോളേജ് കിട്ടിയായിരുന്നു. ഡൽഹി വേണ്ട പറഞ്ഞ് ഹീറോ വേണ്ട പറഞ്ഞ് ചുക്കോട്ട് എന്ന് പറന്നു പോയി. കൊറിയൊക്കെ എത്തി. ഹീറോ കൊറിയയിൽ ജോയിൻ ചെയ്തു. ഹീറോ അവിടെ പ്രൊപ്പോസർ പ്രിൻസിപ്പൽ കിട്ടായിരുന്നു. സർ എൻ്റെ പേര് ഇതാണ് എന്ന് പറയായിരുന്നു. നല്ല പേരാ പ്രിയ എന്ന് പറയായിരുന്നു. അത് സർ ഞാൻ ഇന്ത്യൻ ഗേളാണ്, ഞാൻ പ്രൊഫസറാണ്. ഇവിടെ നമ്മൾ എങ്ങനെ വേണം ഡ്രസ്സ് യൂസ് ചെയ്യാം എന്ന് ടീച്ചർ പ്രിൻസിപ്പൾ പറയായിരുന്നു. സാർ ഇതെൻ്റെ ഡ്രസ്സ് സാർ എന്ന് പറയായിരുന്നു. ശരി, നിങ്ങൾക്ക് ഏത് ഇഷ്ടമുണ്ടോ ഡ്രസ്സ് ഇട്ടു. അങ്ങനെ ജിമ്മിന് പഠിക്കുന്ന കോളേജായിരുന്നു. ജിമ്മിൻ പറഞ്ഞ കോളേജ് ജിമ്മിൻ്റെ കോളേജാണ്. ഹീറോ കോളേജ് ജോയിൻ ചെയ്തതാണ്. ജിമ്മിന് ക്ലാസ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ജിമ്മിനാണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഹീറോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ജങ്കുക്ക് വി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് വി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ വേറെ ക്ലാസ്സാണ് പഠിക്കുന്നത്. ജങ്കുക്ക് വി പറഞ്ഞ ജിമ്മിനെ പറഞ്ഞ ജങ്കുക്കല്ല വിയും ജിമ്മിനും ഒരേ ക്ലാസ്. അത് മാത്രമല്ല ജങ്കുക്ക് പറഞ്ഞ സ്കൂൾ പഠിക്കുന്നതാണ്, +2 ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഹീറോ കോളേജ് വന്നായിരുന്നു. ജിമ്മിൻ നോക്കിയായിരുന്നു. വി നോക്കിയാൽ വി വായി പൊളന്ന് നോക്കിയായിരുന്നു. ജിമ്മിൻ മുറയ്ക്കായിരുന്നു വീനെ. വീക്കും ജിമ്മിനൊക്കെ ഒരേ ഏജാണ്. ജിമ്മിനെ നോക്കി അയ്യോ ഇവനെന്തിനാ ഇങ്ങനെ മുറയ്ക്കുന്നത്, സോറി ജിമ്മിൻ എന്ന് പറയായിരുന്നു. അങ്ങനെ കൊണ്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ജിമ്മിൻ ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ കൊണ്ട് ജിമ്മിൻ വെച്ചക്കണ്ണ് നടക്കാതെ ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കാൻ സ്മക്ക് ചെയ്യുക എന്തെല്ലാം കാട്ടായിരുന്നു ജിമ്മിൻ. ഹീറോയ്ക്ക് നിറയെ പ്രൊപ്പോസ് അവിടെ വരും. ഹീറോയ്ക്ക് ടെൻഷൻ അയച്ചാൽ എന്താ ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫോട് ഇന്ന് സംസാരിക്കും. ഇപ്പം ഹീറോയിൻ്റെ വീട് നോക്കാം. ഹീറോയുടെ അമ്മ അച്ഛൻ പറയുന്നു, ഗുരുജി നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഫോറിൻ ബോയ് പറഞ്ഞിട്ടുണ്ട്, ആളാരാ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറയായിരുന്നു അമ്മേനും അച്ഛന്. അതിലൊരു പ്രശ്നമുണ്ട്. മാത്രം ഏത് ചെക്കനെ കൊറിയയിൽ ഏത് ചെക്കനായ മാത്രമല്ല ഒരു ചെക്കനക്ക് മാത്രമുള്ള വരി അവനക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. എന്താ അങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ കൊടുത്തായിരുന്നു. അത് മാത്രമല്ല ഡ്രോയിങ് വരയ്ക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ ഡ്രോയിങ് ഗുരുജിക്ക് മാജിക് ക്യൂസ് ഒരു മാന്ത്രിക പറഞ്ഞായിരുന്നു. അതിലൊരു ഗുരുജീൻ്റെ ശിഷ്യനുണ്ടായിരുന്നു. ഗുരുജി നെട്ടി കൈ വെച്ച് അവർ ഡ്രോയിങ് നന്നായിട്ട് വരയ്ക്കുക. അങ്ങനെ ശിഷ്യൻ ഡ്രോയിങ് വരച്ചത് ഇങ്ങനെ ഗുരുജിക്ക് കാട്ടിയായിരുന്നു. ഗുരുജി ഓക്കെ ഇവൻ തന്നെ എന്ന് പറഞ്ഞ് ഗുരുജി ഫോട്ടോ എടുത്ത് കാട്ടിയെന്ന് ഇവനാണ്, ഇവൻ്റെ പേര് ഇതാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഗുരുജി ഇതെങ്ങനെ ഗുരുജി സെറ്റാവും, ഇപ്പോഴല്ല അവനക്ക് ഇത്ര ഏജ് ആവട്ടെ എന്ന് ഗുരുജി പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഗുരുജി പറഞ്ഞു കേട്ടിട്ട് അവർ ഓക്കെ എന്ന് പറയായിരുന്നു. ഇവനിക്കല്ലാതെ മറ്റേത് മാരേജ് കഴിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് ഗുരുജി പറഞ്ഞു കേട്ടിട്ട് ഇവിടെ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഓക്കെ എന്ന് പറഞ്ഞ് അതൊന്നും പ്രശ്നമല്ല, ഫാമിലിക്ക് ഓക്കെയാണ്. അവർ ചെല്ലക്കുട്ടി മകനാണ്. അവരുടെ മകനും എന്ത് ചെയ്യാൻ പോലും ഇവനും ഭയങ്കര പാസമാണ്. ഞാനായിട്ട് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ അവർക്ക് കുട്ടികളുണ്ടായാൽ ഇവന് മേലെ കൂടുതൽ പാസം എന്ന് പറയായിരുന്നു.
അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡി ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ കൊടുത്തയച്ചായിരുന്നു. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ഡ്രോയിങ് വരച്ചെനിക്ക് അങ്ങനെ ഹീറോയുടെ ചേട്ടനുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനുണ്ട് ഇത് റിയൽ സ്കിൻ കളറിൽ ഗുരുജി പറഞ്ഞു ശിഷ്യൻ അയച്ചായിരുന്നു. ശിഷ്യൻ അതിനായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ്റെ പറഞ്ഞു കൊടുത്തു സ്കിൻ കളർ ഇങ്ങനത്തത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഡ്രോയിങ് വായിക്കായിരുന്നു. അതൊക്കെ കളറ് പറഞ്ഞ ശിഷ്യൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് കളർ എങ്ങനെ ഗുരുജി പറഞ്ഞു ആ കളറായിട്ട് അങ്ങനെ നന്നായിട്ട് റിയൽ ഫോട്ടോസ് മതി ആക്കിയായിരുന്നു. അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്തത് നന്നായിട്ടായി. അത് ഈ ഫോട്ടോ എടുത്ത് അത് നേരിൽ പോയി ഒരു ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ഒരു ഫോട്ടോസ് അത് ഉണ്ടാക്കിയത് വെച്ചിരുന്നു. അച്ഛാ അമ്മ എന്താ നിങ്ങൾ കേട്ട ഫോട്ടോസ് കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്. ഇതാരാ അമ്മ എന്ന് കേൾക്കുന്നത് ഇത് നിൻ്റെ ഭാവി നിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാ എന്ന് പറയുന്നു. ഇത് കേട്ട് അവർക്ക് ചേട്ടന് കണ്ണു വെറുതായി. എന്താ അങ്ങനെയാണ് പേരല്ല പറയായിരുന്നു. അതെങ്ങനെ അമ്മച്ചാ സെറ്റാവും പറഞ്ഞേക്കിടാ അത് സെറ്റാവൂടാ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്നാവും പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ പോയായിരുന്നു. അങ്ങനെ ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് സംസാരിക്കായിരുന്നു. അടി മച്ചി കൺഗ്രസ് ഡി എന്താടി കൺഗ്രസ് പറയാ നമ്മൾക്ക് കോളേജൊക്കെ ഇവിടെ നിന്ന് സെറ്റായതാ ഇല്ല നിനക്കും മാറി എനിക്കും സംഭവിക്കാത്ത എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞത് രണ്ട് ഫ്രണ്ട്സ് പറയായിരുന്നു. ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സൊക്കെ രണ്ട് വീട്ടിൽ ഇങ്ങനെയായിട്ട് എൻ്റെ അങ്കിളുടെ മകനെ കൂടെ എനിക്ക് അങ്കിൾ പറഞ്ഞ എൻ്റെ ഡാഡി ഫ്രണ്ടിൻ്റെ മകൻ്റെ കൂടെ എനിക്ക് മാരേജ് ചെയ്യാൻ എനിക്ക് അവനെ ഇഷ്ടമില്ല. നിനക്കെന്താടി പ്രശ്നം അതായിട്ട് പൂജേൻ്റെ ഒരു കേട്ടാ നാടിൻ്റെ പ്രശ്നം പറയുന്നത് നീ പറയടി പൂജ. എന്താ പറയാടി എൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് അങ്കിളുടെ മകനുണ്ട്. അവനിക്ക് എൻ്റെ മേലെ കണ്ണ് ഡെയിലി ടോർച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ മുങ്ങിയത് എന്ന് പറയുന്നത്. ഹീറോയുടെ പ്രോബ്ലം ഞങ്ങൾക്ക് അറിയൂടി. അവന് വന്ന് നിനക്ക് വന്ന് നിൻ്റെ വീട്ടിലെടുത്താ ഉള്ളത് അങ്ങനെയായിട്ട് മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ മകനാ എന്നെ ടോർച്ചറല്ലേ ചെയ്യും. അതെടി എനിക്കിഷ്ടമല്ല അവനിക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. അവൻ്റെ മമ്മിക്ക് പറഞ്ഞ് മനസ്സിലാവും. അവൻ്റെ മമ്മിക്ക് അവരുടെ ആൻറ്റിൻ്റെ മകളുണ്ട് അവനെ കൂടെ മാരേജ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഹീറോയിൻ പറയായിരുന്നു അതെടി എനിക്ക് പ്രശ്നം കടുപ്പാവാം ക്ലാസ് പെട്ട എൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടൊന്നുമല്ല എന്ന് ഹീറോയിൻ പറയായിരുന്നു. സോറി മച്ചേ ഞാനിച്ച് ഫ്രണ്ടാ അല്ലടി എൻ്റെ മമ്മിക്ക് അവളുടെ മമ്മിക്ക് ആവുന്നില്ല ഒത്തുപോകുന്നില്ല അതാ ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോ ജോളായിട്ട് പറയായിരുന്നു. ജിമ്മിന് ഹീറോയിനെ ഇടിച്ച് കണ്ടുക്കാതെ മാറിപ്പോയി. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ആരെപ്പാ അത് ജിമ്മിനെ നോക്കിയത് ജിമ്മിൻ ആൻസർ ഹീറോയിൻ ഷോക്കായിരുന്നു.